അപ്പോൾ നമ്മളിതിങ്ങനെ താത്തി കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലും ഇനി നന്നായിട്ട് പൂക്കളുണ്ടായി നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ അതിൻ്റെ വേരുകൾ മാത്രം, വേരും തണ്ടുകൾ മാത്രമായിട്ട് നിർത്തിയിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മുടെ യെല്ലോ ഫ്ലവർ ഉണ്ടാവണ പ്ലാന്റ് നമ്മളിതേ നന്നായിട്ട് താത്തി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്നും ഇല്ലാത്ത രീതിയിൽ കട്ട് ചെയ്ത് നിർത്തണം കേട്ടോ. എന്നാലും പിന്നീട് ഉണ്ടാകുമ്പോൾ നന്നായിട്ട് പൂവുണ്ടായി വരുള്ളൂ കേട്ടോ. അപ്പോൾ മഞ്ഞ കളറായിട്ട് ഇങ്ങനെ നിറച്ച് പൂവായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു പുല്ലുകളുണ്ട്, അതിൻ്റെ വേരുകളൊക്കെ നമ്മൾ കൈയോടെ പറിച്ച് കളയണം. പിന്നെ എന്നിട്ട് ഇതിന് വേപ്പ് പിണ്ണാക്ക് കലക്കി വെച്ചാക്കുന്നത് ഒഴിച്ചു കൊടുക്കും കേട്ടോ നമ്മൾ. അപ്പം ഇനി പൂക്കളുണ്ടായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി പ്ലാന്റ് നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ച കൊണ്ട് പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നല്ല ഇലകളും പൂക്കളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിറച്ച് പൂക്കളായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ ഇപ്പം തന്നെ ഇത്രയും പൂക്കളുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇലകളായാലും പുതിയ ഇലകളായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്.